أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالندخلة يدركني يا رسول الله. صلى الله على محمد صلى الله عليه وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നത്. പവിത്രമായ റബീഉൽ അവ്വൽ എല്ലാവരും വീടുകളിൽ മൗലൂദ് പാരായണം മൗലൂദ് പാരായണമൊക്കെ ചെയ്യുക. അതുപോലെ പള്ളികളിലും മദ്രസകളിലും മതസ്ഥാപനങ്ങളിലൊക്കെ മൗലൂദ് പാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. സ്വലാത്തുകൾ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് നമ്മൾ അടുക്കുക, ഹബീബിനെ ഹുബ്ബ് വെക്കുക. ആരെയാണോ നമ്മൾ പ്രണയിക്കുന്നത്, അവസാന നാളിൽ അവൻ്റെ കൂടെയായിരിക്കും അവൻ എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബിനെ സ്നേഹിക്കുക. ഹബീബിനെ സ്നേഹിച്ചാൽ, ഹബീബിനെ ഹുബ്ബ് വച്ചാൽ, ഹബീബിനെ പ്രണയിച്ചാൽ നാളെ സ്വർഗീയ ലോകത്ത് ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മൾ പറയും പോലെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആൾക്കാർ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, ടെൻഷനുള്ളവർ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഉള്ളവർ, വേദനകൾ കടിച്ചമർത്തി പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്. അനുയോജ്യമായ ഇണകളെ കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കളില്ലാത്ത യുവതികളുണ്ട്, അവർക്ക് സ്വാലിഹത്തായ മക്കളെ കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാസ ലോകത്തു നിന്ന് പല നിലക്കും വിസ, ഇഖാമ പുതുക്കി കിട്ടുവാൻ വേണ്ടിയും, അതുപോലെ ഇഖാമയുടെ ഡേറ്റ് കഴിഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളായിക്കൊണ്ട് കഴിയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോലിയിൽ പല പ്രശ്നങ്ങളുമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു തആല അവിടേക്ക് എല്ലാവരുടെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്
എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, രാജാതി രാജനായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, ഫത്താഹായ അല്ലാഹ്, മുജീബായ അല്ലാഹ്, ലത്തീഫായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാഹ്. ഖൈർ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഇവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാഹ്. അവിടേക്ക് എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ സഹായിച്ചവരെ സഹായിക്കുന്നവരെ ഇഹത്തിലും പരത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമ നീ നൽകണേ അല്ലാഹ്. സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലാഹ്. എല്ലാ മക്കൾക്കും നാഫിയായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇരു ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. ഇന്നലെ സ്വലാത്ത് മജ്ലിസിലൊക്കെ നമ്മൾ കുറേ ദ്വാരുന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും ദ്വാ കൊണ്ട് വസിയ്യത്ത് എഴുതി പറഞ്ഞവരുടെയും വാട്സപ്പിലൂടെ വിട്ടവരുടെയും കമൻറ്റിലൂടെ വിട്ടവരുടെയൊക്കെ പേര് പറഞ്ഞ് ദ്വാ ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ മഹത്വങ്ങളെക്കുറിച്ചാണ്. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. അസ്മാഉൽ ഹുസ്ന എല്ലാവർക്കും അറിയാലോ. അതിലുള്ള ഇസ്മുകളെക്കുറിച്ചാണ്, ഇസ്മിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. യാ ഫത്താഹു യാ അല്ലാഹ് എന്നാണ്. യാ ഫത്താഹു യാ അല്ലാഹ്. എല്ലാ പ്രയാസത്തിനും ഉത്തമമാണ് ഈ ഇസ്മ. എല്ലാ പ്രയാസത്തിനും ഉത്തമമാണ് ഈ ഇസ്മ. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. യാ ഫത്താഹു യാ അല്ലാഹ്, ഈ ഇസ്മ എല്ലാ പ്രയാസത്തിനും ഉത്തമമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. സുബഹി നിസ്കാരത്തിന് ശേഷം നെഞ്ചത്ത് 2 കൈകളും വെച്ചുകൊണ്ട് 70 പ്രാവശ്യം ഓതിയാൽ മനസ്സിൻ്റെ അഴുക്കുകളെ അല്ലാഹു അകറ്റിത്തരും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ വക്കീലന്മാർക്ക് പറ്റിയ ദിക്റാണിത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിസ്കാരത്തിന് ശേഷം 450 പ്രാവശ്യം പതിവാക്കുക. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 2 കൈകളും ഹൃദയത്തിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എന്താണ് 70 പ്രാവശ്യം ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക. അതുപോലെ നിസ്കാരത്തിന് ശേഷം 450 പ്രാവശ്യം പതിവാക്കുക. അതുപോലെ യാ അലീമു യാ അല്ലാഹ്, ഈ ഇസ്മ എന്താണ്? ഇസ്മ കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഇൽമു വർദ്ധിക്കും. 2 റക്അത്ത് നിസ്കരിക്കുക. അതിന് ശേഷം ഇത് 150 പ്രാവശ്യം ഓതിയ ശേഷം കിടക്കയിൽ കിടക്കുക. ഉറക്കം വരുവോളം ഇത് തുടരുക. അറിയാനുള്ളത് അല്ലാഹു അറിയിച്ചു തരും എന്നാണ് ഈ ദിക്ർ. യാ അലീമു യാ അല്ലാഹ് എന്നുള്ളത് എന്താണ്? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 150 പ്രാവശ്യം ഓതിയ ശേഷം കിടക്കയിൽ കിടക്കുക.
ഉറക്കം വരുവോളം ഇത് തുടരുക. നിനക്ക് അറിയാനുള്ളത് അള്ളാഹു അറിയിച്ചു തരും. നിനക്കെന്തെങ്കിലും അറിയാനുണ്ടോ? നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നമുക്കിങ്ങനെ സംഭവിച്ചത്, നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ അറിയാൻ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങൾ അറിയണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് 150 പ്രാവശ്യം ഈ ദിക്ർ, ഈ ഇസ്മു ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ എന്താണ് കിടക്കയിൽ കിടക്കുക. ഉറക്ക് വരുവോളം ഇത് തുടരുക. ഈ ഇസ്മു ഇങ്ങനെ ചൊല്ലുക ഉറക്ക് വരുവോളം. അള്ളാഹു അറിയാനുള്ളത് എന്താണ് അള്ളാഹു അറിയിച്ചു തരും. പിന്നെ 500 പ്രാവശ്യം ഓതിയാൽ ചൊല്ലിയാൽ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അത്രയും തന്നെ സ്വലാത്തും ഓതണം. 500 പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലുകയും 500 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ചെയ്താൽ അവനെന്താണ് എല്ലാ ബുദ്ധിമുട്ടുകളും അവന് മാറിക്കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ എന്താണ് പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കുടുംബമിത്രാദികൾ, അയൽക്കാർ, നാട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ അവിടെ ഖബർ അള്ളാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗീയ പദവികൾ നൽകുമാറാവട്ടെ. ഖബറിൽ അദാബിനെ ഉയർത്തിക്കളയട്ടെ. അതുപോലെ അവരെയും നമ്മളെയൊക്കെ നാൾ സ്വർഗീയ ലോകത്ത് അവലീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റഹീമുർ റഹീമീനായ റബ്ബേ, നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനുമുള്ള മനസ്സും കരുത്തും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എല്ലാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് റബ്ബേ നിന്നെ പേടിച്ച് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. മുത്തുനബിയെ സ്നേഹിക്കുന്ന ഉമ്മത്തികളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇരുലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ട്, വൈബന്മാരുടെ വൈബിനെ തൊട്ട്, അസൂയക്കാട് അസൂയെ തൊട്ട്, നമീമത്തിനെ തൊട്ട്, ഫത്താനികളെ ഫിത്നയെ തൊട്ട് കാവൽ നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ വേണ്ടി ദുആ ചെയ്യുക എന്ന വസിയത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്കൊക്കെ ഖൈർ ഉണ്ടാവട്ടെ, എല്ലാത്തിലും വിജയമുണ്ടാവട്ടെ. നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.